വടക്കാഞ്ചേരി പീഡനക്കേസിൽ പുതിയ സംഘം അന്വേഷണം ആരംഭിച്ചു. കേസിൽ പൂർണ്ണമായും പുനരന്വേഷണമാണ് നടത്തുകയെന്ന് അന്വേഷണ ചുമതലയേറ്റ പാലക്കാട് ASP ജി പൂങ്കുഴലി പറഞ്ഞു. വടക്കാഞ്ചേരി നിയോജക മണ്ഡലത്തിൽ കോൺഗ്രസ് ആഹ്വാനം ചെയ്ത ഹർത്താൽ ഭാഗികമായിരുന്നു. അതേസമയം ആരോപണത്തിൽ ദേശീയ വനിതാ കമ്മീഷൻ സംസ്ഥാന സർക്കാരിനോട് വിശദീകരണം തേടി. അന്വേഷണ ചുമതലയേറ്റ പാലക്കാട് ASP ജി പൂങ്കടിയുടെ നേതൃത്വത്തിൽ തൃശൂർ പോലീസ് ക്ലബ്ബിൽ അന്വേഷണ സംഘം പ്രത്യേക യോഗം ചേർന്നു. കേസിന്റെ വിശദാംശങ്ങൾ ശേഖരിച്ച സംഘം തുടർ നടപടികൾ ചർച്ച ചെയ്തു. ആരോപണവുമായി രംഗത്തെത്തിയ വീട്ടമ്മയുടെ മൊഴിയെടുത്ത അന്വേഷണം വ്യാപിപ്പിക്കാൻ തീരുമാനമായി. കേസിൽ പൂർണ്ണമായും പുനരന്വേഷണമാണ് നടത്തുക. ഈ കേസ് ഫ്രഷ് ആയിട്ട് ആദ്യം മുതൽ ഞാൻ അന്വേഷിക്കും. ഈ കേസിന്റെ IO ഞാനാണ്. അന്വേഷണം ഏറ്റെടുത്തിട്ടുണ്ട്. അതല്ലാതെ കൂടുതൽ കാര്യങ്ങൾ ഇപ്പോഴൊന്നും പറയാൻ പറ്റില്ല. വീട്ടമ്മയുടെ സൗകര്യം കൂടി കണക്കിലെടുത്താകും ഇവരുടെ മൊഴി രേഖപ്പെടുത്തുക. പിന്നീട് ആരോപണ വിധേയനായ കൌൺസിലർ ജയന്തൻ ഉൾപ്പെടെയുള്ളവരെ ചോദ്യം ചെയ്യും. തൃശൂർ സിറ്റി അഡ്മിനിസ്ട്രേഷൻ ACP MK ഗോപാലകൃഷ്ണൻ, CIമാരായ KK രാജീവ്, എലിസബത്ത് തുടങ്ങിയവരാണ് യോഗത്തിൽ പങ്കെടുത്തത്. ആരോപണ വിധേയനായ കൌൺസിലർ ജയന്തൻ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട വടക്കാഞ്ചേരി നിയോജക മണ്ഡലത്തിൽ കോൺഗ്രസ് ആഹ്വാനം ചെയ്ത ഹർത്താൽ ഭാഗികമായിരുന്നു. അടാട്ട ഹർത്താൽ അനുകൂലികൾ ഓട്ടോറിക്ഷ തല്ലിത്തകർത്തു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. വടക്കാഞ്ചേരി പീഡനക്കേസിലെ ഇരകളുടെ പേര് വെളിപ്പെടുത്തിയെന്ന പരാതിയിൽ മുൻ സ്പീക്കറും CPIM തൃശൂർ ജില്ലാ സെക്രട്ടറിയുമായ K രാധാകൃഷ്ണനെതിരെ സ്പെഷ്യൽ ബ്രാഞ്ച് അന്വേഷണം. സ്പെഷ്യൽ ബ്രാഞ്ച് ACP ബാബുരാജാണ് പ്രാഥമിക അന്വേഷണം നടത്തുക. സിറ്റി പോലീസ് കമ്മീഷണർ ഹിമേന്ദ്രനാഥാണ് അന്വേഷണത്തിന് നിർദ്ദേശം നൽകിയത്. UDF കാലത്തുള്ള അക്രമ സംഭവങ്ങൾ LDF സർക്കാരിൽ കെട്ടിവയ്ക്കാനാണ് പ്രതിപക്ഷ നേതാവ് ശ്രമിക്കുന്നതെന്ന് കോടിയേരി ബാലകൃഷ്ണൻ. കുറ്റം ചെയ്യുന്ന ആരെയും CPIM സംരക്ഷിക്കില്ലെന്നും വിഷയം ഉന്നതതലത്തിൽ അന്വേഷിച്ച് നടപടി സ്വീകരിക്കുമെന്നും കോടിയേരി പറഞ്ഞു. ഇപ്പോൾ പരാതിയായി ഉയർത്തിക്കൊണ്ടുവന്ന് ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഇതെല്ലാം ഇപ്പോൾ നടക്കുന്ന സംഭവമാണ് എന്ന വിധത്തിൽ ചിത്രീകരിച്ച് ഇടതുപക്ഷ മുന്നണി ഗവൺമെന്റിന്റെ പ്രതിച്ഛായ തകർക്കാൻ ആസൂത്രിതമായ പ്രവർത്തനമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. K രാധാകൃഷ്ണൻ പീഡനക്കേസ് പ്രതിയുടെ പേര് പറഞ്ഞതിൽ തെറ്റില്ലെന്ന് മന്ത്രി KK ശൈലജ. അപമാനിക്കുന്നതിന് വേണ്ടി മനഃപൂർവ്വം പറഞ്ഞതല്ലെന്നും മന്ത്രി. കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാരുടെയും പാരാമെഡിക്കൽ ജീവനക്കാരുടെയും ഒഴിവ് നികത്തണമെന്നും മന്ത്രി കോഴിക്കോട് പറഞ്ഞു. ആവശ്യമായിട്ടുള്ള ഡോക്ടർമാരെയും പാരാമെഡിക്കൽ സ്റ്റാഫിനെയും നിയമിക്കുക എന്നുള്ളതാണ്. പോസ്റ്റ് ക്രിയേഷൻ ആവശ്യമായിട്ട് വരുന്നുണ്ട്. നിലവിലുള്ള പോസ്റ്റിൽ ആളുകളെ നിയമിക്കേണ്ടുന്ന ഉത്തരവാദിത്വം വരുന്നുണ്ട്. കുറേ കാലമായി ഇതെല്ലാം മുടങ്ങിക്കിടക്കുന്നത് കൊണ്ട് അത് വലിയ ഉത്തരവാദിത്തമായിട്ട് വന്നിട്ടുണ്ട്. എങ്കിലും അത് കുറേശ്ശെ ഫില്ല് ചെയ്തുകൊണ്ട് നിലവിലുള്ള പോസ്റ്റ് മുഴുവൻ ഫില്ല് ചെയ്യുന്നതിന് വേണ്ടി നികത്തുന്നതിന് വേണ്ടി ഞങ്ങൾ പരിശ്രമിക്കും. പുതിയ പോസ്റ്റ് ക്രിയേഷന് വേണ്ടി ശ്രമിക്കും. എന്ന് വെച്ചാൽ ആകെ ഒരു പഠനം മെഡിക്കൽ കോളേജിനെ കുറിച്ച് ഞങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. ആ പഠനത്തിൽ വ്യക്തമാകുന്ന കാര്യങ്ങൾ ഓരോന്നായി പരിഹരിച്ചുകൊണ്ട് 5 വർഷം കഴിയുമ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിനെ മികവിൻ്റെ കേന്ദ്രമാക്കി മാറ്റും. വ്യവസായിയെ തട്ടിക്കൊണ്ടുപോയി ഭീഷണിപ്പെടുത്തിയെന്ന കേസിൽ CPIM കളമശ്ശേരി മുൻ ഏരിയ സെക്രട്ടറി സക്കീർ ഹുസൈന്റെ മുൻകൂർ ജാമ്യാപേക്ഷ കോടതി തള്ളി. എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയത്. തനിക്കെതിരെയുള്ള പരാതിയിൽ തട്ടിക്കൊണ്ടുപോകലും ഭീഷണിപ്പെടുത്തലും ഇല്ലെന്നും മുൻകൂർ ജാമ്യം അനുവദിക്കണമെന്നുമായിരുന്നു സക്കീർ ഹുസൈൻ അപേക്ഷയിൽ പറഞ്ഞിരുന്നത്. എന്നാൽ സക്കീറിനെതിരെ 16 കേസുകൾ നിലവിലുണ്ടെന്നും മുൻകൂർ ജാമ്യം നൽകിയാൽ അന്വേഷണത്തെ ബാധിക്കുമെന്നും സർക്കാർ വാദിച്ചു. സർക്കാർ വാദം അംഗീകരിച്ച കോടതി മുൻകൂർ ജാമ്യാപേക്ഷ തള്ളുകയായിരുന്നു. അഡീഷണൽ ചീഫ് സെക്രട്ടറി ടോം ജോസിനെതിരെ നടപടി വേണമെന്നാവശ്യപ്പെട്ട് വിജിലൻസ് ഡയറക്ടറുടെ ശുപാർശ കത്ത്. അനധികൃത സ്വത്ത് സമ്പാദന കേസിലും മഗ്നീഷ്യം ക്രമക്കേടിലും ടോം ജോസിനെതിരെ എത്രയും വേഗം സർക്കാർ നടപടി സ്വീകരിക്കണമെന്നാണ് വിജിലൻസ് ഡയറക്ടർ ജേക്കബ് തോമസ് ചീഫ് സെക്രട്ടറിക്ക് നൽകിയ കത്തിൽ ആവശ്യപ്പെടുന്നത്. അതേസമയം കത്തിന്മേലുള്ള സർക്കാർ നടപടി തിങ്കളാഴ്ച ഉണ്ടാകുമെന്നാണ് സൂചന. അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ കുടുങ്ങിയ തൊഴിൽ വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി ടോം ജോസിനെതിരെ അടിയന്തര നടപടി ആവശ്യപ്പെട്ടാണ് വിജിലൻസ് ഡയറക്ടർ ജേക്കബ് തോമസ് ചീഫ് സെക്രട്ടറി വിജയാനന്ദന് ശുപാർശ കത്ത് നൽകിയത്. ടോം ജോസിന്റെ വീട്ടിൽ വിജിലൻസ് നടത്തിയ പരിശോധനയുടെ വിശദാംശങ്ങളും ടോം ജോസിന്റെ സാമ്പത്തിക ഇടപാടുകൾ വ്യക്തമാക്കുന്ന രേഖകളും അടങ്ങുന്ന അന്വേഷണ റിപ്പോർട്ടും വിജിലൻസ് ഡയറക്ടർ കത്തിനൊപ്പം കൈമാറിയിട്ടുണ്ട്. ടോം ജോസ് സർക്കാർ സർവീസിൽ തുടരുന്നത് തുടരന്വേഷണത്തിന് തടസ്സമാകുമെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. ഇതിനു പുറമെ ടോം ജോസിനെതിരെ ഉടൻ നടപടി ഉണ്ടായില്ലെങ്കിൽ പല നിർണായക തെളിവുകളും നശിപ്പിക്കപ്പെടുമെന്നും റിപ്പോർട്ടിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. ടോം ജോസിനെതിരെ കടുത്ത അച്ചടക്ക നടപടി വേണമെന്നതാണ് ശുപാർശ കത്തിലെ ആവശ്യം.
മഗ്നീഷ്യം ക്രമക്കേടിനെക്കുറിച്ചും വിജിലൻസ് ഡയറക്ടർ നൽകിയ കത്തിൽ വിശദീകരിച്ചിരിക്കുന്നു. യഥാർത്ഥ വരുമാനത്തിൽ നിന്ന് 62.35% അധിക വരുമാനം ടോം ജോസ് ഉണ്ടാക്കിയെന്ന് വിജിലൻസ് നേരത്തെ കണ്ടെത്തുകയും ഇതനുസരിച്ച് ടോം ജോസിനെ പ്രതിയാക്കി മൂവാറ്റുപുഴ കോടതിയിൽ വിജിലൻസ് എഫ്ഐആറും നൽകിയിട്ടുണ്ട്. ടോം ജോസ് 2010 മുതൽ 2016 വരെ 1.19 കോടി രൂപയുടെ അനധികൃത സ്വത്ത് സമ്പാദിച്ചുവെന്നാണ് വിജിലൻസിന്റെ പ്രാഥമിക കണ്ടെത്തൽ. ഇക്കാര്യത്തിൽ തുടരന്വേഷണം നടത്തുന്നതിനും പരിശോധനകൾ വ്യാപിപ്പിക്കുന്നതിനും ടോം ജോസിനെതിരെ നടപടി സ്വീകരിക്കേണ്ടത് അത്യാവശ്യമാണ്. അതേസമയം ചീഫ് സെക്രട്ടറിക്ക് ലഭിച്ച കത്തും അന്വേഷണ റിപ്പോർട്ടും തിങ്കളാഴ്ച ആഭ്യന്തര വകുപ്പ് സെക്രട്ടറിയുമായി ചർച്ച ചെയ്ത ശേഷമാകും ടോം ജോസിന്റെ കാര്യത്തിൽ അന്തിമ തീരുമാനമുണ്ടാവുക. സുനിൽ അരുമാനൂർ, ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. തിരികെ വാർത്തയിലേക്ക്. മുൻ വിജിലൻസ് ഡയറക്ടർ ശങ്കർ റെഡ്ഡിക്കെതിരെയുള്ള 2 കേസുകൾ വിധി പറയുന്നതിനായി ഈ മാസം 8 മാറ്റി. തിരുവനന്തപുരം പ്രത്യേക വിജിലൻസ് കോടതിയുടേതാണ് തീരുമാനം. സോളാർ കേസ് അട്ടിമറിച്ചതും ജേക്കബ് തോമസിന് നൽകിയ വിവാദ കത്ത് സംബന്ധിച്ച കേസിലുമാണ് കോടതി വിശദമായ വാദം കേട്ടത്. ഹൈക്കോടതി തള്ളിയ പരാതിയാണ് ഹർജിക്കാരൻ ഉന്നയിക്കുന്നതെന്നും കോടതിയെ തെറ്റിദ്ധരിപ്പിക്കാനാണ് ശ്രമമെന്നും വിജിലൻസ് പ്രോസിക്യൂഷൻ വാദിച്ചു. രേഖകൾ പരിശോധിച്ച് നടപടി സ്വീകരിക്കുമെന്ന് വിജിലൻസ് കോടതി വ്യക്തമാക്കി. സോളാർ കേസിൽ ഉമ്മൻചാണ്ടി, ആര്യാടൻ മുഹമ്മദ് എന്നിവരെ പ്രതികളാക്കി കേസ് രജിസ്റ്റർ ചെയ്യണമെന്ന് പൊതുപ്രവർത്തകൻ പായച്ചിറ നവാസ് പരാതി നൽകിയിരുന്നു. എന്നാൽ ഈ പരാതി വിജിലൻസ് മേധാവിയായിരുന്ന ശങ്കർ റെഡ്ഡി പൂഴ്ത്തിയെന്നായിരുന്നു കേസ്. നിയമവിരുദ്ധമായ കാര്യങ്ങൾക്ക് രാഷ്ട്രീയ പരിരക്ഷയില്ലെന്ന് കണ്ണൂരിലെ സർവകക്ഷി യോഗത്തിൽ സർക്കാർ. കണ്ണൂരിനെ സമ്പൂർണ്ണ സമാധാനത്തിലേക്ക് കൊണ്ടുവരാൻ സർവകക്ഷി യോഗത്തിൽ ധാരണ. ഇനി രാഷ്ട്രീയ കൊലപാതകമുണ്ടായാൽ പരിപൂർണ ഉത്തരവാദിത്തം അതത് രാഷ്ട്രീയ പാർട്ടിക്ക് മാത്രമെന്ന് മന്ത്രി AK ബാലൻ പറഞ്ഞു. കണ്ണൂരിൽ ശാശ്വത സമാധാനം സ്ഥാപിക്കുകയെന്ന ലക്ഷ്യത്തോടെ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം കഴിഞ്ഞ മാസം 24-ന് വിളിച്ചു ചേർത്ത സർവകക്ഷി സമാധാന യോഗത്തിന്റെ തീരുമാനപ്രകാരമാണ് മാസത്തിന്റെ ആദ്യ ശനിയാഴ്ചയായ ഇന്ന് സർവകക്ഷി സമാധാന യോഗം കലക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ ചേർന്നത്. മന്ത്രിമാരായ AK ബാലൻ, കടന്നപ്പള്ളി രാമചന്ദ്രൻ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു യോഗം. അക്രമം നടന്ന സ്ഥലങ്ങളിൽ ശാന്തിയാത്ര സംഘടിപ്പിക്കാനും ജില്ലയിൽ പരിപൂർണ സമാധാനം ഉറപ്പുവരുത്താനും സർവകക്ഷി സമാധാന യോഗത്തിൽ തീരുമാനമെടുത്തു. ഇനി ഒരു കൊലപാതകം നടന്നു കഴിഞ്ഞാൽ അതിൻ്റെ പരിപൂർണമായ ഉത്തരവാദിത്വം ആ ബന്ധപ്പെട്ട കക്ഷിക്കായിരിക്കും. ഏത് ഭാഗത്ത് നിന്ന് ഉണ്ടായാലും രാഷ്ട്രീയമായിട്ടുള്ള ഒരു പരിരക്ഷയും നിയമവിരുദ്ധമായിട്ടുള്ള അംഗീകരിക്കാൻ പറ്റാത്ത ഒരാക്ഷനും ഉണ്ടാകില്ല. ഗവൺമെന്റിന്റെ സഹായം ഉണ്ടാകുകയില്ല. നിഷ്പക്ഷമായിരിക്കും. യോഗത്തിൽ CPIM നേതാക്കൾ P ജയരാജൻ, MV ജയരാജൻ, KP സഹദേവൻ, കോൺഗ്രസ് നേതാക്കൾ KC ജോസഫ്, RSS നേതാക്കൾ സത്യപ്രകാശ്, രഞ്ജിത്ത് തുടങ്ങിയവരും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ. മുഖ്യമന്ത്രിക്കും P ജയരാജനുമെതിരെ പോലീസുകാരന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. മങ്ങാട്ടുപറമ്പ് KAPയിലെ വിനൂപ് പാലക്കലാണ് പോസ്റ്റിട്ടത്. മുഖ്യമന്ത്രിയുടെ ശ്രീകൃഷ്ണവേഷത്തിലുള്ള ഫോട്ടോയും ഇയാൾ പോസ്റ്റ് ചെയ്തു. ജയരാജനെ ഒറ്റക്കൈയ്യനെന്ന് അധിക്ഷേപിച്ചും CPIM നേതാക്കളെ പ്രാണൻ പോകുന്ന വേദന അറിയിക്കുമെന്ന ഭീഷണിയും ഇയാൾ തന്റെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. കണ്ണൂർ KAP ബറ്റാലിയൻ 4-ലെ പോലീസ് ഉദ്യോഗസ്ഥൻ വിനൂപ് പാലക്കലിന്റെ ഫേസ്ബുക്ക് അക്കൗണ്ടിലാണ് മുഖ്യമന്ത്രിയെ ശ്രീകൃഷ്ണനായി അവതരിപ്പിച്ചുകൊണ്ടുള്ള ഫോട്ടോയടക്കം അപ്ലോഡ് ചെയ്ത് അപമാനിച്ചിരിക്കുന്നത്. CPIM കണ്ണൂർ ജില്ലാ സെക്രട്ടറി P ജയരാജനെതിരെയും അവഹേളനവും ഭീഷണിയും കലർന്ന സ്വരത്തിൽ പോസ്റ്റുകൾ ഇട്ടിരിക്കുന്നു. 1999-ൽ RSS ദാനമായി കൊടുത്ത ജീവനുമായി ജീവിക്കുന്ന ഒറ്റക്കയ്യൻ ജയരാജന്റെ വേട്ടപ്പട്ടികളെ നിങ്ങൾ എവിടെ പോയി ഒളിച്ചാലും പ്രാണൻ പോകുമ്പോഴുള്ള വേദന നിങ്ങളെ അറിയിച്ചു തരുമെന്നും പിന്നിട്ട വഴികളിൽ കൂടി ഒന്ന് തിരിച്ചു നടക്കാൻ ഒരു മടിയുമില്ലെന്നും CPIM നേതാക്കളായ സരിൻ ശശിയുടെയും P സന്തോഷിന്റെയും ഫോട്ടോ അപ്ലോഡ് ചെയ്തുകൊണ്ട് എഴുതി ചേർത്തിരിക്കുന്നു. കൈരളി പീപ്പിൾ ചാനൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് വളരെ ഗൗരവമായിട്ടൊരു കാര്യമാണ്. സർവീസിലിരിക്കുന്ന ഒരു പോലീസുകാരനാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെയും ഗവൺമെന്റിനെയും അതുപോലെ തന്നെ ഉത്തരവാദപ്പെട്ട രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകന്മാരെയും ഒക്കെ ആക്ഷേപിച്ചുകൊണ്ട് ഇത്തരമൊരു പോസ്റ്റിംഗ് നടത്തിയിട്ടുള്ളത്. ഇതിനെതിരായിട്ട് കർശനമായിട്ട് നടപടിയെടുക്കണം. കേസെടുക്കുന്നതോടൊപ്പം പോലീസ് ഡിപ്പാർട്ട്മെന്റ് ഗൗരവപൂർവ്വം എടുത്തുകൊണ്ട് ആവശ്യമായിട്ടുള്ള അച്ചടക്ക നടപടികൾ കൈക്കൊള്ളണം എന്നാണ് എൻ്റെ അഭിപ്രായം. വടക്കാഞ്ചേരിയിലെ കൂട്ടബലാത്സംഗത്തെക്കുറിച്ച് സർക്കാരിനെ നിന്ദിച്ചുകൊണ്ടും പോസ്റ്റുകളിട്ട പോലീസുകാരൻ വിനൂപ് മുൻപ് കീഴൂർക്കുന്ന് രാഷ്ട്രീയ സ്വയം സേവക് സംഘം പുന്നാട് മുഖ്യശിക്ഷ കൂടിയായിരുന്നു. പോലീസ് സേനയിലിരുന്ന് രാഷ്ട്രീയ വൈരത്തോടെയുള്ള പോസ്റ്റുകളിലൂടെ ഗുരുതരമായ ചട്ടലംഘനമാണ് വിനൂപ് വരുത്തിയിട്ടുള്ളത്. PV ജോഷില, ന്യൂസ് ബ്യൂറോ, കണ്ണൂർ. വാർത്തകളിലേക്ക്. കുഞ്ഞിന് മുലപ്പാൽ നിഷേധിച്ച സംഭവത്തിൽ മന്ത്രവാദി അറസ്റ്റിൽ. മുക്കം പോലീസാണ് കള്ളന്തോട് സ്വദേശി ഹൈദ്രൂസ് തങ്ങളെ അറസ്റ്റ് ചെയ്തത്. കുട്ടിക്ക് മുലപ്പാൽ നിഷേധിച്ചതിൽ കുട്ടിയുടെ പിതാവ് മാപ്പ് പറഞ്ഞു. ഫേസ്ബുക്കിലൂടെയാണ് മാപ്പ് പറഞ്ഞത്. കള്ളന്തോട് സ്വദേശി ഹൈദ്രോസ് തങ്ങളെയാണ് മുക്കം പോലീസ് അറസ്റ്റ് ചെയ്തത്. സംഭവവുമായി ബന്ധപ്പെട്ട് നേരത്തെ കുട്ടിയുടെ പിതാവ് ഓമശ്ശേരി സ്വദേശി അബൂബക്കറിനെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്ത ശേഷം അറസ്റ്റ് രേഖപ്പെടുത്തിയിരുന്നു.
സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ ഇടപെട്ട സംഭവത്തിൽ പ്രസവം നടന്ന മുക്കം EMS ആശുപത്രിയിലെ നഴ്സ് ഷാമിലയുടെ പരാതിയിലാണ് പോലീസ് കേസെടുത്തത്. ജുവനൈൽ ജസ്റ്റിസ് ആക്ട് 75-87 വകുപ്പ് പ്രകാരമാണ് കേസ്. കുട്ടിയുടെ മാതാവ് ഹഫ്സത്തിനെതിരെയും കേസെടുത്തിട്ടുണ്ട്. കുഞ്ഞു പിറന്ന ശേഷം 24 മണിക്കൂർ കഴിഞ്ഞ് മുലപ്പാൽ നൽകാൻ സമ്മതിക്കുകയുള്ളൂ എന്ന പിതാവ് അബൂബക്കറിന്റെ നടപടിയാണ് കേസിനാധാരം. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. മോഹൻലാൽ ചിത്രം പുലിമുരുകൻ ഇന്റർനെറ്റിൽ തമിഴ് ടൊറന്റ് ഉൾപ്പെടെ 4 വെബ്സൈറ്റുകളിലാണ് പുലിമുരുകൻ പ്രത്യക്ഷപ്പെട്ടത്. അതേസമയം കേരള പോലീസ് സൈബർ ഡോം ഇടപെട്ട് ചിത്രം സൈറ്റുകളിൽ നിന്ന് നീക്കം ചെയ്യുകയും ഡൗൺലോഡിംഗ് ചെയ്തവ പ്രചരിക്കുന്നത് തടയുന്നതിന് നടപടി സ്വീകരിക്കുകയും ചെയ്തു. മോഹൻലാലിന്റെ സൂപ്പർ ഹിറ്റായിക്കൊണ്ടിരിക്കുന്ന പുലിമുരുകൻ എന്ന ചിത്രമാണ് 4 സൈറ്റുകളിൽ കഴിഞ്ഞ ദിവസം അർദ്ധരാത്രി മുതൽ പ്രത്യക്ഷപ്പെട്ടു തുടങ്ങിയത്. ഇത് കേരള പോലീസിന്റെ സൈബർ ഡോം വിശദമായി പരിശോധിച്ചതിനെ തുടർന്ന് ചിത്രം തമിഴ് റോക്കേഴ്സ് ഉൾപ്പെടെയുള്ള വെബ്സൈറ്റുകളിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തതായി കണ്ടെത്തി. പൈറസി ട്രാക്കർ സോഫ്റ്റ്വെയർ സംവിധാനത്തിലൂടെ പുലിമുരുകൻ അപ്ലോഡ് ചെയ്ത അഡ്രസ്സിലേക്ക് പോലീസ് എത്തിയിട്ടുണ്ട്. 76 പേർ ഇതുവരെ ചിത്രം ഡൗൺലോഡ് ചെയ്തിരിക്കുകയാണ്. ഇതിൽ 60 പേരുടെ IP നമ്പർ കണ്ടെത്തിയതായും സൈബർ ഡോം വിദഗ്ധർ വർഗീസ് പറഞ്ഞു. സിനിമ വന്ന 3-4 സൈറ്റുകളിൽ നമ്മൾ സോഫ്റ്റ്വെയർ ഡിക്റ്റേറ്റ് ചെയ്യും, അത് അപ്പോൾ തന്നെ റിമൂവ് ചെയ്യുകയും ചെയ്തു. കേരള പോലീസിൻ്റെ 3 ലോഗ ആ സൈറ്റിൽ ഇടുകയും കിട്ടുന്ന ഏകദേശം ഒരു ആദ്യത്തെ 16 പേരാണ് ഇത് ആദ്യം ഡൗൺലോഡ് ചെയ്തത്. പിന്നെ അതിനോടൊപ്പം തന്നെ 60 പേര് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്, അവരുടെ IP നമ്പർ എടുത്തിട്ടുണ്ട്. അപ്പോൾ ISPയുടെ സഹായത്തോടു കൂടി ഏറ്റവും പെട്ടെന്ന് തന്നെ പ്രതികളെ കണ്ടെത്താനുള്ള ശ്രമത്തിലാണത്. ചിത്രം 3 വെബ്സൈറ്റുകളിൽ നിന്ന് നീക്കം ചെയ്തു. പുലിമുരുകൻ ഡൗൺലോഡ് ചെയ്തവർക്കെതിരെയും ചിത്രം അപ്ലോഡ് ചെയ്തവർക്കെതിരെയും നിയമ നടപടി സ്വീകരിക്കുമെന്നും സൈബർ ഡോം വ്യക്തമാക്കി. 25 കോടി രൂപ മുതൽ മുടക്കിൽ നിർമ്മിച്ച പുലിമുരുകൻ റെക്കോർഡുകൾ ഭേദിച്ച വൻതുക ലാഭമുണ്ടാക്കുന്ന തിരക്കിലാണ്. ഏതായാലും അത്യാവശ്യം ക്വാളിറ്റിയുള്ള ഒരു തിയേറ്റർ പ്രിന്റ് തന്നെയാണ് അപ്ലോഡ് ചെയ്ത് ഇന്റർനെറ്റിലൂടെ പ്രചരിപ്പിക്കാനുള്ള ഒരു ശ്രമം നടത്തിയത്. കൃത്യസമയത്ത് തന്നെ പോലീസിൻ്റെ സൈബർ ഡോം ഇടപെട്ടതുകൊണ്ട് തന്നെ അത് തടയാൻ സാധിച്ചിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. കൂടുതൽ പേർ ഡൗൺലോഡ് ചെയ്യുന്നത് തടയാനുള്ള നടപടികളും ഇവർ സ്വീകരിച്ചിട്ടുണ്ട്. ക്യാമറാമാൻ അജിത്തിനൊപ്പം സുനിൽ അരുമാനു. തിരുവനന്തപുരം ആര്യനാട് ITI യൂണിയൻ തെരഞ്ഞെടുപ്പിൽ KSU ABVP സഖ്യത്തിന് കനത്ത തിരിച്ചടി. സഖ്യത്തെ SFI ASF മുന്നണി എല്ലാ സീറ്റിലും പരാജയപ്പെടുത്തി. SFIയിലെ ജോമോൻ ITI യൂണിയൻ ചെയർമാനായി തെരഞ്ഞെടുക്കപ്പെട്ടു. നിഖിലാണ് ജനറൽ സെക്രട്ടറി. യൂണിയൻ കൌൺസിലറായി അരുൺ വിജയിച്ചു. ലിജു മാഗസിൻ എഡിറ്ററായും ജിത്തു സ്പോർട്സ് സെക്രട്ടറിയായും മിഥുൻ ആർട്സ് സെക്രട്ടറിയായും തെരഞ്ഞെടുക്കപ്പെട്ടു. അതേസമയം സംഘടനാ വിരുദ്ധ നിലപാടെടുത്ത എന്ന കാരണം കാണിച്ച് ആര്യനാട് ITIയിലെ KSU ABVP യൂണിറ്റുകളെ സംസ്ഥാന നേതൃത്വം പിരിച്ചുവിട്ടു. ഇരിങ്ങാലക്കുട ക്രെഡിറ്റ്സ് ആൻഡ് ലീസിംഗ് കമ്പനിയുടെ ICL നിധി ലിമിറ്റഡ് കോർപ്പറേറ്റ് ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചു. ഇരിങ്ങാലക്കുടയിൽ തുറന്ന ഓഫീസ് ഇന്നസെന്റ് MP ഉദ്ഘാടനം ചെയ്തു. ICL ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടർ KG അനിൽകുമാറിന്റെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങിൽ ഡയറക്ടർ KK വിൽസൺ, ITC ബാങ്ക് ചെയർമാൻ MP ജാക്സൺ, കൂടൽമാണിക്യം ദേവസ്വം ബോർഡ് ചെയർമാൻ പനമ്പള്ളി രാഘവ മേനോൻ തുടങ്ങിയവർ പങ്കെടുത്തു. ദൃശ്യം ഐ കെയർ ഹോസ്പിറ്റലിന്റെ പുതിയ ശാഖ ചാവക്കാട് ചേറ്റുവ റോഡിൽ നാളെ പ്രവർത്തനം ആരംഭിക്കും. നാളെ രാവിലെ 9:30 പാണക്കാട് സയ്യിദ് റഷീദ് അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം നിർവഹിക്കും. ലോകോത്തര നിലവാരത്തിലുള്ള അത്യാധുനിക സൗകര്യങ്ങളാണ് ഹോസ്പിറ്റലിൽ ഒരുക്കിയിരിക്കുന്നതെന്ന് മെഡിക്കൽ ഡയറക്ടർ അറിയിച്ചു. തിരികെ വാർത്തയിലേക്ക്. കൊച്ചിയിൽ വീണ്ടും ഗുണ്ട അറസ്റ്റ്. 4-അംഗ സംഘത്തെ ആന്റി ഗുണ്ട സ്ക്വാഡാണ് പിടികൂടിയത്. ശരത്, ഷിബിൽ, ഡാനി, മുസ്തഫ എന്നിവരാണ് പിടിയിലായത്. സ്വകാര്യ കമ്പനിയിലെ മാനേജർക്ക് ലഹരി മരുന്ന് നൽകി മയക്കിയ ശേഷം നഗ്നനാക്കി നിർത്തി സ്ത്രീയോടൊപ്പം ഫോട്ടോ എടുത്ത് ബ്ലാക്ക്മെയിൽ ചെയ്ത് പണം തട്ടിയെടുത്ത സംഘമാണ് പിടിയിലായത്. മട്ടാഞ്ചേരി സ്വദേശി ഷിബിലി, തോപ്പുംപടി സ്വദേശി ഡാനി, ഉദയംപേരൂർ സ്വദേശി ശരത്ത്, തൃശൂർ സ്വദേശി മുസ്തഫ എന്നിവരാണ് അറസ്റ്റിലായത്. കഴിഞ്ഞ സെപ്റ്റംബറിലാണ് കേസിനാസ്പദമായ സംഭവം. കൊച്ചിയിൽ ഇലക്ട്രോണിക് സ്ഥാപനത്തിൽ മാനേജരായി ജോലി ചെയ്തിരുന്ന കണ്ണൂർ സ്വദേശിയായ അജിത്ത് എന്നയാളാണ് ഇവരുടെ തട്ടിപ്പിന് ഇരയായത്. 10 ലക്ഷം രൂപ ഇവർ തട്ടിയെടുത്തു. അജിത്തിന് മൊബൈൽ ഫോൺ സിം വിതരണം ഉണ്ട് എന്നറിഞ്ഞ പ്രതികൾ കൂടുതൽ സിമ്മുകൾ ഒരുമിച്ച് വേണമെന്നാവശ്യപ്പെട്ട് വൈറ്റിലയിലെ ഫ്ളാറ്റിലേക്ക് വിളിച്ചു വരുത്തിയായിരുന്നു മയക്കുമരുന്ന് നൽകി ഫോട്ടോ എടുത്തത്. നേരത്തെയും വിവിധ കേസുകളിൽ ഉൾപ്പെട്ട് പോലീസിന്റെ ഹിറ്റ് ലിസ്റ്റിൽപ്പെട്ടവരാണ് ഈ പ്രതികൾ. ഗുണ്ടാവിരുദ്ധ പ്രവർത്തനങ്ങൾ കൂടുതൽ ശക്തമാക്കാനാണ് സിറ്റി ടാസ്ക് ഫോഴ്സിന്റെ തീരുമാനം. ന്യൂസ് ബ്യൂറോ, കൊച്ചി.